സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുമെന്ന് അറിയത്തില്ല. ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ എൻ്റെ അനിയൻ ടി വിയിൽ പാട്ടും കൂടി ഇട്ടിട്ടുണ്ട്. സോ അത് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കുറേ നാളായി നമ്മൾ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്. ഇന്നെന്ന് പറഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ അതായത് തുണി വിരിച്ചിടാൻ പോവുകയാണ്. ഇതുണ്ട്, ഇങ്ങനെ തുണിയൊക്കെ നമുക്ക് മുകളിൽ കൊണ്ടുപോയി വിരിച്ചിടാം. ഈ സ്റ്റെപ്പ് കയറണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ടത്തെ വീടായതുകൊണ്ട് ഇങ്ങനെ കുത്തനെ നിൽക്കുക. അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് കയറാൻ അങ്ങനെ ഭയങ്കര മറ്റേ പാടാണ്. ഇവിടെ മൊത്തം തുണി കിടക്കുക. നമുക്ക് എന്തായാലും തുണി വിരിച്ചിടാം. തുണി എൻ്റെ കയ്യിലല്ലാതെ ഇവിടെ പറക്കാനുണ്ടായിരുന്നു, അതും കൂടെ എടുത്തുകൊണ്ട് നമുക്ക് താഴോട്ട് പോകാം. എനിക്ക് റാഗി ദോശയാണ്, നമുക്കിത് കഴിക്കാവേ. പക്ഷേ നമുക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം തൂക്കണം, തുണി അലക്കണം, കുളിക്കണം, പഠിക്കണം, അങ്ങനത്തെയൊക്കെ. നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാൻ. അലമാരിയുടെ കോലമാണ് ഞങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? ബാക്കിയുള്ള തുണി മൊത്തം എടുത്ത് കഴുകാനിട്ടിട്ടുണ്ട്. ഞാൻ ബെഡെല്ലാം ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാം ഒന്ന് തൂക്കണം. ചൂലേ ഇവിടെ എല്ലാം ഒന്ന് തൂക്കണം. നമുക്ക് നേരെ തൂക്കാം. കണ്ടപ്പൊടി നമുക്കപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഓഫാക്കി കഥ അടയ്ക്കാം. ഞാൻ സമ്മതിക്കത്തില്ല ആരും കഥ അടച്ചടച്ചടച്ച്. ഇനി നമുക്ക് ഹാള് വൃത്തിയാക്കുകയാണെങ്കിൽ എങ്കിൽ പിന്നെ ആ റൂം വൃത്തിയാക്കി ചെയ്യാം, തൂത്ത് ഇതാക്കാമെന്ന് വെച്ച് ഇരുന്നപ്പോഴത്തേക്കിന് കരണ്ട് പോയി. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഷോർട്ട് കട്ട് ആയിട്ട് കരണ്ട് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ലാസ്റ്റ് ആ ഹാളും പിന്നെ എൻ്റെ റൂമും കൂടെ ഞാൻ വൃത്തിയാക്കിയിട്ടു, തൂത്ത് ഇതാക്കി. അപ്പോൾ ഇനി ഡൈനിങ് റൂമുണ്ട്, ഈ ഒരു റൂമുണ്ട്, അതായത് ഒരു റൂം. ആ റൂമിന് ഇവിടെ ആരും കിടക്കാറില്ല, അപ്പോൾ ആ ഒരു റൂം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് തൂത്ത് വൃത്തിയാക്കാം. ബാക്കിയെല്ലാം കഴിഞ്ഞിരിക്കുക. പിന്നെ എൻ്റെ ഈ അലമാരിയുടെ വണ്ടിയൊന്ന് വൃത്തിയാക്കണം. അത്ര ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റൂം കൂടെ ഉണ്ട്. റൂമിൽ ഒത്തിരി വലുതായിട്ട് വൃത്തിയാക്കാനൊന്നുമില്ല. പിന്നെ അമ്മയുടെ തയ്ക്കുന്ന ഗുണങ്ങളൊക്കെ, അതായത് നൂല് സംഭവങ്ങളൊക്കെ ഇവിടെ ഇരുട്ടാൻ ഞാൻ പെട്ടെന്നാണ് കേട്ടോ ഇവിടെ വെച്ചിട്ട്. ഓക്കെ, പിന്നെ എൻ്റെ ഈ സംഭവം ഉണ്ട്, ഇങ്ങനെ വെച്ചത് അവിടെ വെച്ചാൽ മതി ഗൈസ്. പിന്നെ എന്താ, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാ ഇതൊക്കെ. വെള്ളം കുടിക്കാം, ഇല്ല എന്നെ കൊല്ലും അമ്മ. നിറച്ച് വെച്ചേക്കുവാണ് ഗൈസ് ഇതിനകത്ത്. ജീരകത്തിൻ്റെ വെള്ളം. എൻ്റെ ഈ സംഭവത്തിൻ്റെയാണ് ഇത്. ഇതേപോലത്തെ 2 എണ്ണം ഇളകിപ്പോയി. നമുക്ക് കൊടുത്ത ലൈറ്റ് ഓഫ് ചെയ്യാൻ വെറുതെ. അയ്യോ, 2 എണ്ണം ഇളകിപ്പോയി. പിന്നെ അതിൽ ഒന്നാണിത്. ഒന്നും ഞാൻ തൂത്തപ്പോൾ കണ്ടില്ല, തൂത്തപ്പോൾ ഇത് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കി, ബാക്കിയെല്ലാം വൃത്തിയാക്കി. കുറച്ച് തുണികളും കൂടെ കഴുകാൻ കിടപ്പുണ്ട്. പക്ഷേ അത് ഞാൻ കഴുകത്തില്ല, അമ്മയെ കഴുകത്തുള്ളൂ. അവിടെ തന്നെ നോക്കുന്നു. അപ്പം അതിൻ്റെ ഒന്നാണിത്. സോ ഇതായിരുന്നു പൂച്ച കയറിപ്പോയി. നീ വീട്ടിൽ പൂച്ചയില്ല, പിന്നെ ഞാൻ പൂച്ച കയറിപ്പോയി. ഞാനിപ്പം തുണി നനയ്ക്കുകയാണ്. തുണി നനച്ചിട്ട് വേണം എനിക്കിനി പാത്രമൊക്കെ അമ്മ കഴിക്കുള്ളൂ, അതൊന്നും ഞാൻ കഴിക്കത്തില്ല. ഇത് ഒരച്ചരച്ച് കഴുകേൻ്റെ. ഇപ്പോൾ ഈ ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ കഴുകും കേട്ടോ. അവിടെ ഒരു ഇതിനകത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നിലവിലില്ലാത്തതുകൊണ്ട് പതിപ്പിച്ച് നമ്മൾ പെട്ടിയുടെ മണ്ടയിലാണ് വെച്ചിരുന്നത്. ഇത് വണ്ടി കഴുകുവാണ്. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയുണ്ട്, മീൻകറിയുണ്ട്, ഒരു മീൻ വറുത്തുണ്ട്,
പിന്നെ ഇത് രാജ്മ എന്ന് പറയും, കണ്ടിട്ടുണ്ടോ? രാജ്മ ഇത് ഇത്രയുമാണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ എൻ്റെ കുപ്പിയുണ്ട്. അപ്പം ഇത് ഇത്രയാണ്. നമുക്ക് നേരെ ഫുഡ് കഴിക്കാം. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എനിക്കില്ല. ഇവിടെ കുറച്ച് ഞങ്ങൾ ഹൈപ്പറിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്കും നാട്ടിൽ ഇങ്ങനെ പോയപ്പോൾ അത് അപ്പോൾ വാങ്ങിച്ചു. നമ്മൾ എന്തുണ്ടെന്ന് ChatGPT ഉണ്ട്. ഞാൻ അതിൻ്റെ അടുത്തായപ്പോൾ എല്ലാ കാര്യവും ചോദിക്കുന്നത്, സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ അടുത്ത് റെസിപ്പി ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ പറഞ്ഞു. ചോറ് കൂടുതലായിപ്പോയി കേട്ടോ. കൂടുതലെടുത്ത് പോയി. ഇല്ല, മറന്നുപോയി. കേക്കായിരിക്കും നിങ്ങൾക്ക്. നല്ലപോലെ അരഞ്ഞിട്ടില്ല ഗൈസ്, കുറച്ചുകൂടെ അരയട്ടെ, കുറച്ചുകൂടെ അരയട്ടെ. സോ ഗൈസ്, നിങ്ങൾ ഈ ലോങ് വീഡിയോ കാണുമ്പോൾ ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. കേക്ക് മേക്കിങ് ഇവിടെ വരെ കണ്ടോ? ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടാണ്, എനിക്കറിയത്തില്ല. കുറച്ച് ക്രീം ഇട്ട് കുറച്ച് പാലെടുത്ത് മറ്റേ കൂടെ ഒഴിച്ചാലോ? ഞാനിതൊരു താജ്മഹൽ പണി കൊളമാക്കി കയ്യിലെടുക്കണം. എനിക്കിങ്ങനെ ഇതെടുത്ത് ഇതിനകത്തോട്ട് വെക്കാം. നിങ്ങളെയും കൂടെ കാണിച്ചു എല്ലാം തൊലിക്കും ഗൈസ്. എടുത്ത് ഇങ്ങോട്ടെടുത്ത് വെക്കാം. ഞാൻ എങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റുമോ ഗൈസ്? ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് കണ്ടോ. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇതെടുത്ത് ഗൈസ് കേക്ക് ഡെക്കറേഷൻ കേക്ക് മേക്കിംഗ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതുവരെയായിട്ട് വെന്തിട്ടില്ല. മേ ബി ഞാൻ ഇതിന് കൂടുതൽ ഇട്ടുകൊണ്ടായിരിക്കും, ഒരു പാക്കറ്റോളം ഞാൻ ഇട്ട്, അതെനിക്കറിയത്തില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ നൈറ്റത്തേക്കിന് ചപ്പാത്തിക്കുള്ള മാവ് കഴിക്കാൻ പോകുവാണ്. ഇത് ചെറുതായിട്ടൊരു ഡയറ്റാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ചപ്പാത്തി തിന്നുന്നതും ഹെൽത്തിന് നല്ലതല്ല. സോ ഞാൻ കേക്കിനെടുത്ത പാത്രം തന്നെയാണ് ഞാൻ എടുക്കുന്നത് ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. മേ ബി ഇനി ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, കാരണം ഞാൻ അളവിനല്ല ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കുണ്ടാക്കി ഒരു 2-3 എക്സ്ട്രായും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കറിയത്തില്ല, കണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. അത് രസത്തിലോട്ടല്ല, നല്ല രസമുണ്ട് സീരിയസ്ലി. ഇതിനോട് ടേസ്റ്റ് ഒന്നും അറിയത്തില്ല. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. അപ്പം
എന്താ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ മുഖത്ത് എറിയാൻ പറ്റും. സോ ഞാൻ എണ്ണ തേച്ച് വെക്കുവാണ്. അതായത് പിമ്പിൾസ് ഒക്കെ പോകുന്നതിൻ്റെ എണ്ണ തേച്ചു ആയിട്ട് എന്താ തലയിലാണെങ്കിൽ എന്താ തലയിലുള്ളൊരു അവിടെ പൊട്ടിയിട്ട് തുടങ്ങി. തലയിൽ തേക്കുന്നൊരു എണ്ണയുണ്ട്, അപ്പോൾ അത് തേച്ചിട്ട് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മുഖത്തും തലയിൽ തേക്കണം. രണ്ടും രണ്ട് ടൈപ്പാണ്. അപ്പം അത് രണ്ട് തേച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും പോയി കുളിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇത് വന്നിട്ടുണ്ട്. സോ നേരത്തെ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ നേരത്തെ രാജ്മ ഉണ്ട്, അതുണ്ട്. പിന്നെന്താ, ഞാനിപ്പോൾ ചപ്പാത്തിയൊക്കെ കൂടുതൽ ദിവസം കണ്ടു, കാരണം ഞാൻ ഡയറ്റിങ് ആണ്, അതുകൊണ്ട്. പിന്നെ ഈ പയർ, അതായത് രാജ്മ എന്ന് പറയുന്നത് മീൻസ് പയർ, വലിയ പയർ അതുണ്ട്. അപ്പം ഇന്ന് പിന്നെ നിങ്ങൾ കാണുന്നു ഉച്ചയ്ക്ക് മീൻ വറുത്തതൊക്കെ എടുത്തിരുന്നു. സോ അത് ഞാൻ കഴിച്ചില്ല. 2 ഞാൻ ആ മീൻ വറുത്തത് കഴിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ അതേപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, കറിയിലെ മീൻ ഞാൻ കൂട്ടിയിരുന്നു. ആ മീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് കറിയിലെ മീൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കി ഞാൻ നിങ്ങൾ കണ്ടില്ലേ, 2-3 വായിച്ചു. പിന്നെ അവർക്ക് കൊണ്ട് കൊടുത്ത്. ഞാൻ ഇത്രയും ദിവസം ഞാൻ മധുരം കഴിക്കുന്നില്ലായിരുന്നു. ഇന്നെന്തോ എനിക്കിത് ഉണ്ടാക്കി ഫ്ലോപ്പ് ആക്കണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത്, കൊതി വന്നിട്ടൊന്നുമല്ല. സോ എനിക്കിപ്പം 2 ചപ്പാത്തി ഉണ്ട്, പിന്നെ രാജ്മയുണ്ട്. ഇതാണ് കഴിക്കാൻ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് അതായത് ലിപ് ബാം ഇടണം, കുറച്ച് മോയ്സ്ചറൈസർ, അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാനുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്. അതായത് നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിനകത്ത് കുറേ വർക്ക്സ് ഇട്ട് തന്നിട്ടുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. അതിന് എഴുതണം, അസൈൻമെൻറ്റ്സ് എഴുതണം, അതെല്ലാം എഴുതാറുണ്ട്. അപ്പം കുറേ ജോലിയാണ്, അതെല്ലാം ചെയ്യണം. കഴിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ കാണിച്ചു തരാം. ഇത് ഹൈപ്പറിലൊക്കെ കിട്ടി. വേണമെന്നുള്ളവർ രാജ്മയിൽ പോയി നോക്കിയാൽ മതി. വരിക, കുക്കറിൽ എണ്ണത്തിലിട്ട് വേവിക്കുക. വെളുത്തുള്ളി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മറ്റേ മസാലയുടെ പേര് മറന്നുപോയി. വാഴയുടെ തുമ്പത്തുണ്ട്, പക്ഷെ മറന്നുപോയി. ഓർക്കിടെ പറഞ്ഞു അതെല്ലാം കൂടി ഇട്ട് എണ്ണയ്ക്കകത്തിട്ട് മുപ്പിച്ച് ഇതുകൂടെ എടുത്തിട്ട് റെഡി. ഇത് കറി ആക്കുന്നവരും ഉണ്ട് കേട്ടോ. ഈ സെയിം സ്റ്റെപ്പ് തന്നെ പൊടികൾ ഇടുക, പിന്നെന്താ ഉള്ളി, തക്കാളി അതൊക്കെ ചേർത്തിട്ട് പിന്നെ കടുക്, അങ്ങനെ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിന് ശേഷം ഞാനിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഞാൻ നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇടാറുള്ളൂ. കാരണം എനിക്കങ്ങനെ ഇഷ്ടമല്ല അത് ഇടുന്നത്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നൈറ്റ് ചെറുതായിട്ടൊരു സ്കിൻ കെയർ ചെയ്യും, ചെറുതായിട്ട്. അപ്പം വല്ലപ്പോഴും മാത്രമേ ചെയ്യത്തുള്ളൂ, എനിക്ക് തോന്നണം, അപ്പം മാത്രം ഞാൻ ചെയ്യും. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പഠിക്കാനിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഞാൻ നൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സൺസ്ക്രീൻ ആണ്. ഇതാണ് തേക്കുന്നത്, ബീസ് ലൈനിൻ്റെ സൺസ്ക്രീനാണ്. സോ ഞാൻ രാത്രിയിൽ ഇതിട്ടിട്ടാണ് കിടക്കുന്നത്, തേച്ച് കൊടുക്കും. എൻ്റെ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കിടപ്പുണ്ട് ഗൈസ്. ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കത്തില്ല, കാരണം എനിക്കിങ്ങനെ എണ്ണ പോലെ കോരി കിടക്കുന്നത് ഇഷ്ടമല്ല. മറ്റേത് കുളിക്കാൻ പോയത് തന്നെയാണ് അങ്ങനെ ഇട്ടത്. സോ ഇതെൻ്റെ മേശയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിനകത്ത് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. എനിക്ക് അവിടെ വെച്ചിട്ട് എനിക്കിങ്ങോട്ട് ശരിയാവുന്നില്ല. വെട്ടം ഇപ്പം തന്നെ ഇത് കാണുമെന്ന് എനിക്കറിയത്തില്ല. വെട്ടം എനിക്ക് നല്ലപോലെ അങ്ങോട്ട് കിട്ടുന്നില്ല.
സോ ഞാനതൊന്ന് താപ്പോട്ട് ഇറങ്ങി. ഞാൻ പിന്നെ അതിന് ശേഷം ലേബലിലൂടെ ലിബാമാണ് ഇടുന്നത്. ഇത് ചെറിയൊരു കളർ ലിബാമാണ്. ഇതുണ്ടോ തിരറ ഇത്രയും കൂടെ ഉള്ളു, കണ്ടോ? ലാസ്റ്റ് വൈറ്റാണ്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാണ് ഉപയോഗിക്കാറ്. നമ്മൾ ഇതിടുന്നുണ്ടേ. ഇവിടെ കണ്ണാടിയുണ്ട്, എല്ലാ സംഭവം ഉണ്ട്. ലിപ്പ് ഓഫാവും. ലിപ് ബാം ഇട്ട് കൊടുത്തു, അത് ഇടാറുള്ളൂ. പിന്നെ ചില സമയങ്ങളിൽ സുറുമ ഇടണമെന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് ഞാൻ ഇടാറ്. ഇത് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനത് ഡൗട്ട് അടിക്കുക. ഞാൻ സുറുമയും കൂടെ ഇട്ട് കൊടുത്ത് എരിഞ്ഞെരിഞ്ഞ് പെരുവായി പറയാം. കണ്ണിലെപ്പോഴും കണ്ടാൽ അറിയാൻ പറ്റും. സോ നൈറ്റ് കെയർ കഴിഞ്ഞു. നോക്കിയപ്പോഴത്തേക്കിന് എൻ്റെ അമ്മായിയും എൻ്റെ അനിയനും കൂടെ ഇവിടെ ഇരുന്ന് ഇവരുടെ കല്യാണ ആൽബം നോക്കിക്കൊണ്ടിരിക്കുന്ന പഴയ കല്യാണം. എത്ര 16 വർഷമായത്. പക്ഷെ അതിനകത്ത് 17 വർഷമായി. ഞാൻ എൻ്റെ ഏജ് വെച്ച് പറഞ്ഞ് 17 വർഷമായി. അതവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ അത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല, കാരണം ഇത്രയും വർഷം അതിൽ ഇത് മൊത്തം പോയി, കീറിപ്പറിഞ്ഞ് മൊത്തത്തിൽ പോയി. കാണിച്ചു തരാം. അടുത്തതുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. മൊത്തം കുത്തി വരച്ചതല്ലോ. ഞങ്ങളുടെ കുഞ്ഞിലത്തെ എല്ലാ കലാവിരുതുകളും ഇതിനകത്തുണ്ട്. ഇതൊന്നും കാണാൻ പറ്റത്തില്ല. ഇതിനകത്ത് അവർ സ്വർണത്തിൻ്റെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുടിഞ്ഞ വില, പക്ഷെ അന്നൊന്നും അത്രയ്ക്ക് ഇതില്ലായിരുന്നല്ലോ. അതും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. പിന്നെ കണ്ടോ, ഇതെല്ലാം പോയി ഗൈസ്. ഇതോട്ട് എടുത്തേ. ഞാൻ ഇനി പഠിക്കാനിരിക്കുന്നില്ല, നാളെ ഇരുന്ന് മൊത്തം പഠിക്കാമെന്ന് വിചാരിച്ച്. എനിക്കാണെങ്കിൽ രാവിലെ മുതൽ ഈ ഫോണിനകത്ത് നോക്കി എനിക്ക് തലവേദന എടുക്കുന്നു. എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു. സോ ഞാൻ നാളെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഈ വീഡിയോ എല്ലാവരും മാക്സിമം കാണാൻ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.